ഇടം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പൈതൃകം ഭാഗവതോത്സവം ഗുരുവായൂരിൻ്റെ അവിടെയാണ്. അപ്പോൾ യാദൃഷ്ടമായിട്ട് കൃഷ്ണനെ രാധയും കണ്ടു. അപ്പോൾ അങ്ങനെ വന്നാണ് ഒരു വീഡിയോ എടുക്കുക വെച്ചിട്ട്. നമസ്കാരം. പേരെന്താണ്? രാധ അയ്യർ, ഡോക്ടർ രാധ അയ്യർ. തൃപ്പൂണിത്തുറയാണ് വീട്. കുറേ വർഷമായിട്ട് ഞാൻ ഭാഗവത സപ്താഹ വേദികളിൽ കൃഷ്ണൻ്റെ വേഷം ചെയ്യുന്നുണ്ട്. കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഗുരുവായൂരിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഗുരുവായൂരിൽ വന്ന് ഒരിക്കൽ സമർപ്പിക്കണം ഈ പ്രോഗ്രാം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു. ഉദിചൈതന്യ സ്വാമിജിയുടെ കൂടെ ചെയ്യാനുള്ള ഒരവസരം ഗുരുവായൂരിൽ ഇവിടെ ശ്രീകുമാർ സാറ് പൈതൃകത്തിൻ്റെ ഒരുക്കി തന്നു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. മാത്രമല്ല, എനിക്ക് ഗുരുവായൂരപ്പനെക്കുറിച്ച് പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ 8, 9, 10 സ്വാമിജിയുടെ വേദിയിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചു ഈ ഏപ്രിലിൽ. അതിൽ വസുദേവരായിട്ട് ആദ്യത്തെ ദിവസം 8-ന്, 9ാമത്തെ ദിവസം രുക്മിണി സ്വയംവരം കഴിഞ്ഞ അടുത്ത ദിവസം ഇതേമാതിരി തന്നെ കുചേല സുദാമ സംഗമം. ഇത് 3ഉം ചെയ്തിട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നു കൊച്ചി വരെ. വണ്ടി വീട് കൊച്ചിയാണോ? എറണാകുളമാണ്, തൃപ്പൂണിത്തുറയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് രാത്രി തന്നെ എനിക്ക് വരേണ്ടി വന്നു അത്യാവശ്യമായിട്ട്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കാലിൽ ചെറിയൊരു പിടുത്തം ഉണ്ടായി. കാല് തിരിഞ്ഞുപോയി ക്ലച്ച് ചവിട്ടിയപ്പോൾ. അന്ന് തുടങ്ങി എനിക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ സ്വാമിജിയുടെ ഈ പ്രോഗ്രാം നേരത്തെ അവർ ചിട്ടപ്പെടുത്തി നോട്ടീസൊക്കെ അടിച്ചതാണ്. എങ്ങനെ ഞാൻ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന് വിചാരിച്ചു വിഷമിച്ചു. ഇന്നലെ വരെ ഇവരെല്ലാം എൻ്റെ കൂടെയുള്ളവരെല്ലാം ദൃക്സാക്ഷികളെ. മോൻ പറഞ്ഞു, അമ്മ ക്യാൻസൽ ചെയ്യുക, കാലനക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് മസില്. ഞാൻ പക്ഷേ എൻ്റെ ഒരു ധൈര്യത്തിൽ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് പോന്നു. ഇത്രയും നേരമായിട്ട് എനിക്ക് കാലിന് വേദനയില്ല. ഞാനത് മറന്നുപോയി, അതാണ് സത്യം. ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞിരുന്നു, സ്റ്റേജിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും കാലിന് പ്രശ്നം വന്നാൽ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതുവരെ കളിച്ച വേദികളെക്കാളും എനർജി എനിക്കുണ്ടായി. അത് ഗുരുവായൂരപ്പൻ്റെ മാത്രം അനുഗ്രഹമാണ്. ഇത് എല്ലാവരും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.